ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രാഫ്റ്റ് ഓർഗനൈസേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇന്ന് ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് ഈ ഓർഗനൈസേഴ്സ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടാണ്. മറ്റേ ഓർഗനൈസേഴ്സ് ഉണ്ടാക്കുന്നൊന്നും വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഞാൻ പിന്നെ ഒരു സമയം ഇടുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ചെറിയ ഓർഗനൈസേഴ്സ് ഉണ്ടാക്കാം. ഒരു ഓർഗനൈസറാണ് അത്. നമുക്ക് സ്റ്റഡി ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. നമ്മൾ കളറും സ്കെച്ചും ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കത്രികനെ കൊണ്ട് ഈ ഭാഗം മുറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ പൂകൊണ്ടൊന്നുമില്ല, സാധാ പശ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അത് വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ പതുക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ. എന്നാൽ നമുക്ക് ഫസ്റ്റ് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇവിടെയാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരും അധികം സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു വലിപ്പം നോക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഫസ്റ്റത്തത് അയ്യോ കുറച്ച് ചെറുതായി പോയി. തൽക്കാലം കൊണ്ട് ഒപ്പിക്കാം, വേറെന്താക്കാനാണ്. ഒന്നത് മുറിച്ചോക്കട്ടെ. ഫസ്റ്റ് ഒരു കഷ്ണമാക്കാം. പിന്നെ ഇത് ഞാൻ പ്രത്യേകം ഡിസൈൻ ചെയ്യണമെന്നില്ല, ഇതെന്തോന്ന് ഓർഡർ നിന്ന് വെട്ടിയാണ്. ഇതിൻ്റെ അതെന്താണെന്ന് അറിയോ? ഇതിൻ്റെ അതെന്താന്ന് ഇതെന്താന്ന് കറക്റ്റ് ചെയ്ത് അതിനകത്ത് കാണുന്നില്ല. സ്ക്രൂ പറ്റാനാണ് തോന്നി ഇതിൻ്റെ അകത്തുള്ളത്. കൊണ്ടുപോകുന്ന ഇതിൻ്റെ അകത്ത് അത് ഓർഡർ ചെയ്ത പറ്റി. ഇതിനുണ്ടോ ഇത് ഇവിടെയുള്ള ടാപ്പ് അങ്ങനെ എന്തോന്ന് ഇതിന് പ്രത്യേക ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇതന്നെ ഞാൻ ആക്കാമെന്ന് വെച്ചു. അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് പേപ്പറൊന്നും ഒട്ടിക്കുന്നില്ലേ. മറ്റേ ഓർഗനൈസേഴ്സിൻ്റെ മുകളിലൊക്കെ ഞാൻ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനത് ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നമൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണേ. ഫസ്റ്റ് നമ്മളിതിവിടെ വെക്കാം, സെക്കൻഡ് ഇതിവിടെ വെക്കാം, മറ്റേത് വേണ്ട, നമുക്ക് 3 കള്ളി ഇത് മതി. ഇവിടെ കുറച്ചും കൂടി കട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ഇവിടെ വെക്കാം. ഓക്കെ, ഇതൊന്ന് നേരെയാക്കാം. ഗമ്മോണ്ട് ഒട്ടിച്ചിട്ടില്ലേ ഇതോടെ നോക്കൂ. നിങ്ങൾക്ക് ഒട്ടിക്കാം. തൽക്കാലം ഞാൻ ഗമ്മ ഒട്ടിക്കുന്നില്ല, വേഗം കഴിയുന്ന പണിയാണ്. നമ്മളിതാ കളർ എടുക്കുകയാണ്. കുറച്ച് വലിയ കളറാണ്, നിൽക്കുമെന്നറിയില്ല, എന്നാലും നമുക്ക് വെച്ച് നോക്കാം. മുറിഞ്ഞ കഷ്ണം ഞാൻ എടുത്തില്ലേ, 2 മുറിഞ്ഞ കഷ്ണമാണ്. ഇതിവിടെ സെറ്റായി നിന്നിട്ടുണ്ട്. അടുത്ത ഓയിൽ പേസ്റ്റിൻ്റെ പോലെ നിങ്ങൾ കാണുന്നുണ്ട്, കരിഞ്ഞ് കിടക്കുക, എല്ലാം പൊട്ടിത്തരിപ്പണമായി കിടക്കുക. കുറേ വർഷമായി ഇതൊക്കെ. നമുക്ക് ഇത് വെക്കാം. ഇതൊന്ന് ചെരിഞ്ഞു പോയോ? ഇതെന്തായാലും ഞാൻ പശ കൊണ്ട് ഒട്ടിക്കും. ഇപ്പോൾ തൽക്കാലം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് പശ കൊണ്ട് ഒട്ടിച്ചിട്ടില്ല. എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ പശയാക്കും, എന്നിട്ട് ഇവിടെ വെക്കും, സൈഡിലും 2 ഭാഗത്തും ആക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ പശ കൊണ്ട് എടുക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്താൽ മതി. പശ കൊണ്ട് ഒട്ടിക്കുന്ന നോക്കാം. ഞാൻ ഇപ്പുറത്ത് വെക്കാം, കാരണം കുറച്ച് സൈഡിലേക്ക് ചാരി വെക്കാമല്ലോ. മറ്റേത് ഒട്ടിക്കാത്തതുകൊണ്ട് ചാരി വെക്കാൻ കഴിയില്ല. അന്നേരം ഞാനിതൊക്കെ അടുത്ത് വെക്കുകയാണ്. കാണുന്നുണ്ടോ എനിക്ക് കറക്റ്റായി മനസ്സിലാകുന്നില്ല. എന്നാലും ഞാൻ അഞ്ചൊരു രീതിയിൽ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നം ഉണ്ടാവും. സ്റ്റാൻഡും അങ്ങനത്തെ ഒരു സംഭവമില്ല. ഞാൻ എന്തിൻ്റെയോ മുകളിൽ കൊണ്ട് സ്റ്റഡി ടേബിളിൻ്റെ ഒരു മുകളിൽ വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണമല്ലോ, ചെയ്യണേ. എനിക്ക് 2 യൂട്യൂബ് ചാനലുണ്ട്. ഒന്നിൻ്റെ പേര് ഞാനിപ്പോൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലും, മറ്റേത് ദേവപ്രിയ സന്തോഷം 1000 പേര്. ഞാനത് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. മാറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. ഇതിൻ്റെ പേര് ഞാൻ മാറ്റി, ഇതിന് മുമ്പ് വേറെ പേരായിരുന്നു. അപ്പോൾ 2 കളർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി 3ാമത്തെ കളർ സ്കെച്ചാണ്. സ്കെച്ച് ഞാൻ ഇതുവരെ പൊട്ടിക്കാത്തൊരു സ്കെച്ചാണ്. അപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ വെക്കാം.
അയ്യോ ഒന്നിൻ്റെ മൂടി കൊണ്ടുപോയി, അത് നമുക്ക് റെഡിയാക്കാം. ബ്ലൂവിൻ്റെ മൂടിയാവണം അത്. വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നും പറയുക. ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് എന്ത് വീഡിയോ ആയാലും ഞാൻ ഇട്ടിരുന്നതാണ്. ഇപ്പോൾ അവസാനം നമ്മൾ ഓർഗനൈസർ ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ പുറത്തുനിന്നും അകത്തുനിന്നും റെഡി ആയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഓർഗനൈസേഴ്സും കാണിച്ചു തരാം. പിന്നെ ഈ സ്കെച്ചൊക്കെ പുതിയ സ്കെച്ചാണ്. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് പൊളിച്ചിട്ടതാണ്. അപ്പോൾ സ്കെച്ച് ഞാൻ ഇടണ്ടാവില്ല ചിലപ്പോൾ, ബാക്കി രണ്ടെണ്ണമായിട്ട് ഉണ്ടായിരുന്നിട്ട് ഉണ്ടാവുക. എന്നിട്ട് ഈ ഒരു സ്റ്റഡി ടേബിൾ മൊത്തം ഓർഗനൈസർ കൊണ്ട് വൃത്തിയാക്കി വെക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഓർഗനൈസറൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പം ഉണ്ടാക്കിയ ഓർഗനൈസറും കാണിച്ചു തരാം. ഒരു ഓർഗനൈസർ ഇതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ദൂരെ നിന്ന് എടുത്ത് കാണിച്ചു. ടോട്ടൽ ഞാൻ ഉണ്ടാക്കിയ ഓർഗനൈസേഴ്സ് ഒന്നിതായി ഓർഗനൈസർ, ഒന്നിതായി ഓർഗനൈസർ, പിന്നെ ഇതൊന്ന്, പിന്നെ ബാക്കി ഈ ലെക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ അല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയതാണ്. ആ ഫ്രെയിം എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ. ഈ ചെടി ഉണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഈ പ്ലാന്റ്. പിന്നെ ഈ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു സെക്ഷൻ ഉണ്ട്, അത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് എടുക്കണമെങ്കിൽ അപ്പുറത്തേക്കൊക്കെ പോകണം. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെക്കുന്നതാണ്. താഴെ ആട്ടക്കളർ, നേരെ വേറെ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ബുക്കും. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഓർഗനൈസർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഓർഗനൈസർ. ഇത് ഇവിടെയൊക്കെ പശുവിൻ്റെ ഒട്ടിച്ച് വെച്ചാൽ കുറച്ചുകൂടി നന്നാവും. ഇനി ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എന്തെങ്കിലും എഴുതാണെങ്കിലൊക്കെ എഴുതാം. അപ്പോൾ അടുത്ത ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.